കെപിസിസി നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു. നേതൃമാറ്റത്തിലും പുനഃസംഘടനയിലും നേതാക്കളുടെ എഐസിസി അഭിപ്രായം തേടി. എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളെ പ്രത്യേകം കണ്ടു. വിവരങ്ങളുമായി സലിം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കെപിസിസിയിലെ നേതൃമാറ്റം അത് വളരെ വേഗത്തിൽ നടക്കാനുള്ള സൂചനകളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യപടി എന്നോണമാണ് കേരളത്തിൽ മുതലെയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കന്മാരെ ഓരോരുത്തരെയായി നേരിൽ കാണുന്നത്. നിലവിൽ രമേശ് ചെന്നിത്തല, ബെന്നി ബെഹന്നാൻ, ഒപ്പം സണ്ണി ജോസഫ് എന്നിവരെ ദീപാദാസ് മുൻഷി നേരിൽ കണ്ടു. അതിനുശേഷം രണ്ട് കാര്യങ്ങളാണ് അവരുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. അതിലൊന്ന്, നേതൃമാറ്റം സംസ്ഥാനത്ത് ഇപ്പോൾ ആവശ്യമാണോ? നിലവിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കൃത്യമായ പ്രകടനം നടത്താൻ കഴിയുമോ എന്നീ ചോദ്യങ്ങളാണ് ഇവരോട് ചോദിച്ചത്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ നേരിൽ കാണും. ഒപ്പം തന്നെ മറ്റു നേതാക്കന്മാരെയും ഈ ദീപാദാസ് മുൻഷി നേരിൽ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ രാഷ്ട്രീയകാര്യ യോഗത്തിൽ ഐക്യത്തിന്റെ സന്ദേശമായിരുന്നു ഉയർന്നിരുന്നത്. അത് പൂർണ്ണമായും ഐക്യത്തോടുകൂടി തന്നെ പെരുമാറണമെന്നൊരു സന്ദേശമായിരുന്നു ഉയർന്നതെങ്കിലും അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും ആ ഐക്യം വിളിച്ചോത്തുന്നത് ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും സംയുക്ത വാർത്താ സമ്മേളനം ഉൾപ്പെടെ കോൺഗ്രസിലെ ഐക്യം വെളിപ്പെടുത്താനായി സംയുക്ത വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തണം എന്നുള്ളതായിരുന്നു തീരുമാനമായി വന്നിരുന്നത്. പക്ഷേ ആ വാർത്താ സമ്മേളനം നടന്നില്ല. എഐസിസി സെക്രട്ടറി മോഹനന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനാൽ ആ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നു എന്നുള്ളതായിരുന്നു അറിയിപ്പ്. പക്ഷേ നേതാക്കന്മാർ വി.ഡി. സതീശനും കെ സുധാകരനും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആ വാർത്താ സമ്മേളനം നടന്നിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിനുള്ളിലെ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തിടുക്കത്തിനൊരു നേതൃമാറ്റം ഉടൻ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. കവിത. സലിം, ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകും. അത് ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എഐസിസിയുടെ അതൃപ്തി ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് പറയുന്നു. അത് മാറ്റിവെക്കുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഒരു നേതാവിനുണ്ടായ ആക്സിഡന്റ്, അതിനെ തുടർന്നാണ് മാറ്റിയത് എന്നുള്ള വിവരങ്ങളെല്ലാം വന്നിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? ഇത് അതിലെ പ്രധാനപ്പെട്ട കാര്യം, ഈ നേതാക്കന്മാരെല്ലാവരും തന്നെ ഈ എഐസിസി സെക്രട്ടറിയെ കാണാനായി പോകും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ വാർത്താ സമ്മേളനം രാവിലെ 10:30 നടത്താം എന്നുള്ളതായിരുന്നു ഇന്നലത്തെ തീരുമാനം. ആ സമയത്തൊക്കെ ഈ നേതാക്കളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല വലിയ ഗുരുതരമായ പരുക്കായിരുന്നില്ല അദ്ദേഹത്തിന് സംഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കോൺഗ്രസിന്റെ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്ത് തിടുക്കപ്പെട്ട് റദ്ദാക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാഞ്ഞിട്ട് പോലും അതൊരു കാര്യമായി എടുത്ത്, അതൊരു അവസരമാക്കി എടുത്ത് ഒഴിവാക്കി എന്നുള്ള സംശയം പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയകാര്യ സമിതിയിലെ തീരുമാനം അത് വളരെ വേഗത്തിൽ തന്നെ ആ യോഗം പത്രസമ്മേളനം വിളിക്കണം, ഈ ഐക്യത്തിന്റെ സന്ദേശം നൽകണമെന്ന യോഗത്തിൽ ഉൾപ്പെടെ അഭിപ്രായം ഉയർന്നിട്ടും അത് നടക്കാത്തതിൽ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ പലർക്കും അതൃപ്തിയുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നുള്ളൊരു സൂചനയാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ വളരെ വേഗത്തിൽ പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പല നേതാക്കളും ഇന്നലെ തന്നെ യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. മൂന്നാമതൊരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കാൻ ഇനി ആവില്ല എന്നായിരുന്നു ജി സിദ്ദീഖ് പറഞ്ഞത്. അങ്ങനെ പല നേതാക്കളുടെയും പല അഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും അതിലൊരു പ്രശ്ന പരിഹാരത്തിന്റെ സാധ്യത ഉടലെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് എഐസിസി ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി നേതാക്കന്മാരെ ഓരോരുത്തരെയും നേരിൽ കാണുന്നത്. ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റം കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെയുള്ള ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളൊരു സൂചന കൂടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഹൈക്കമാൻഡ് അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നൊക്കെ തേടുകയാണ്. മാത്രമല്ല പ്രവർത്തകരുടെ വികാരവും പരിഗണിച്ച് ഒരു നേതൃമാറ്റത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. സ്മിത. ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ ഒരേ സ്വരത്തിൽ ഒറ്റ കാര്യമാണ് പറഞ്ഞത്, എല്ലാവരും ഒരേ അഭിപ്രായത്തിലേക്ക് എത്തണം, ഒരു യോജിപ്പ് വേണം എന്നുള്ള കാര്യത്തിൽ മാത്രം അവിടെ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ദീപാദാസ് മുൻഷി നേരിട്ട് ഈ നേതാക്കളെ കാണുന്നുണ്ട്, ഓരോരുത്തരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇനിയും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യ എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഭരണത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ കൂടുതൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരുമ വേണം, തിരഞ്ഞെടുപ്പിൽ ജയിക്കണം. പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കപ്പെടണം, എങ്കിൽ മാത്രമേ പുറത്തേക്ക് ഇവരുടെ ഒരു ഐക്യമൊക്കെ ഉയർത്തിക്കാട്ടാൻ പറ്റുള്ളൂ.